ഹരേ കൃഷ്ണ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എന്തെങ്കിലുമൊക്കെ വിധത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് കൂട്ടുകുടുംബമായി താമസിക്കുന്നവർ കുറവാണ്. സിംഗിൾ ഫാമിലിയായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും. അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങളും കൂടും. ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും കേൾക്കാനോ പറയാനോ ഒന്നിനും സമയമില്ല. എല്ലാവരും തിരക്കിലാണ്. ആരോടും പറയാൻ കഴിയാതെ, ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ, ഒരു സൊല്യൂഷനും കിട്ടാതെ ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഡിപ്രഷനിലേക്കായിരിക്കും. ഒട്ടും പിടിച്ചു നിൽക്കാനാവാതെ വരുമ്പോൾ ചിലർ ആത്മഹത്യയിലും അഭയം കണ്ടെത്തും. കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, അവരെ ഒന്ന് കേൾക്കാൻ, ആശ്വസിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരിന്ന് ഈ ലോകത്ത് ജീവിച്ചിരുന്നേനെ എന്ന്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? മനസ്സിന് ധൈര്യമില്ലായ്മ, പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ സ്വയം ആശ്വാസം കണ്ടെത്താൻ കഴിയായ്മ. പണ്ടൊക്കെ ഒരാൾക്ക് ഒരു കുടുംബത്തിൽ പ്രശ്നം വന്നാൽ അത് എല്ലാവരുടെയും കൂടെ പ്രശ്നമായിരുന്നു. എല്ലാവരും കൂടിയിരുന്ന് കൂട്ടമായി ചർച്ച ചെയ്ത് അത് പരിഹരിക്കും. ഇന്ന് അതൊന്നും നടക്കില്ല. നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബന്ധങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കുക. നല്ലൊരു സുഹൃത്ത് വലയം സൃഷ്ടിക്കുക. എന്തും തുറന്നു പറയാൻ എപ്പോൾ വിളിച്ചാലും വെളിപ്പുറത്തുണ്ടാവുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നീ എന്തിനാ വിഷമിക്കുന്നത്, ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടാവണം. ഇതൊക്കെയാണ് നമ്മളുടെ നല്ല കാലത്ത് സമ്പാദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിലൊക്കെ ഉപരിയായി നമ്മൾ വളർത്തിയെടുക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഭക്തി. നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും ഭഗവാനിൽ ആശ്രയം കണ്ടെത്താനാവും. അതിലൂടെ തന്നെ മനസ്സിന് നല്ല കരുത്തും ധൈര്യവും കിട്ടും. നമ്മുടെ എല്ലാ ഹിന്ദു വീടുകളിലും നിർബന്ധമായും 2 നേരം വിളക്ക് വയ്ക്കണം, രാവിലെയും സന്ധ്യയ്ക്കും. ഇനി രാവിലെ വിളക്ക് വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിർബന്ധമായും സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കണം. മാത്രമല്ല സന്ധ്യാസമയം ഒരു ശബ്ദ കോലാഹലങ്ങളും ഉണ്ടാവാതെ നോക്കണം. TV, സീരിയൽ, ഫോണ് ഇതൊക്കെ ഓഫാക്കിയിട്ട് വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് പണ്ടത്തെ പോലെ നാമം ജപിക്കണം. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുമ്പോൾ നമ്മുടെ വീടിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. ഇനി സമയക്കുറവ് കൊണ്ടോ ജോലിക്ക് പോകുന്നതുകൊണ്ടോ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിൽ ആരാ ഉള്ളത് വെച്ചാൽ അവർക്കെങ്കിലും, അതുമല്ലെങ്കിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്, യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്, ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിലാണെങ്കിൽ പോലും നാമം ജപിക്കുക. ഇന്ന് നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ധാരാളം സാധനങ്ങളുണ്ട്. ചൈനീസ് വാസ്തുവിദ്യ, ഫെങ്ഷുയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി വീടിൻ്റെ മുൻവശം തൊട്ട് പിൻവശം വരെ വീട് മുഴുവനായിട്ട് കുത്തി നിറച്ച് വയ്ക്കും. എന്തിനേക്കാളേറെ ശക്തി നമ്മുടെ ഭഗവാന്മാർക്കില്ലേ? അതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആദ്യം വീടിൻ്റെ മുൻവശത്ത് തന്നെ ഗണപതി ഭഗവാന്റെ ഒരു പടം വയ്ക്കൂ. വീടിന് മുഴുവനായിട്ടുള്ള പോസിറ്റീവ് എനർജി ഗണപതി ഭഗവാൻ തരും. നമ്മുടെ ഭഗവാന്മാരുടെ ശക്തിയൊന്നും ഈ ലോകത്ത് മറ്റൊന്നിനും തരാനാവില്ല. അതുപോലെ നാമജപത്തിൻ്റെ ശക്തി മറ്റൊന്നിനും തരാനാവില്ല. ഒരു ടൂളിൻ്റെയും ആവശ്യമില്ല. നമ്മുടെ ഗണപതി ഭഗവാൻ, കൃഷ്ണൻ, ശിവൻ, ദേവി ഈ പവറിൽ വിശ്വസിക്കുക. ഒരു ഹിന്ദുവായി ജനിക്കുന്നത് മുജ്ജന്മ പുണ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പഴയ ആചാരങ്ങളെല്ലാം വരും തലമുറയ്ക്കും പകർന്നു കൊടുത്ത് അവരെയും ഈ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. പ്രശ്നങ്ങൾ വരും, പക്ഷേ അതൊന്നും നമ്മളെ ഏൽക്കില്ല, നമ്മളെ ബാധിക്കില്ല. അതാണ് സത്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.